ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ശ്രീ രാജു പി നായർ, ഇത് ഈ ദുരിതാശ്വാസ സഹായം ലഭിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വീടുകളും തൊഴിൽ മാർഗങ്ങളും ഒക്കെ ഇല്ലാതാകുമ്പോൾ, അത് അടഞ്ഞു പോകുമ്പോൾ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവർ ആരെ സമീപിക്കണമെന്ന കാര്യത്തിൽ ജനങ്ങൾക്കുള്ളൊരു സംശയം, എപ്പോൾ പൈസ കിട്ടുമെന്ന കാര്യത്തിൽ ഉള്ള ഒരു സന്ദിഗ്ധാവസ്ഥ, ഇതൊക്കെ ഒരു ഈ നൂലാമാലകളൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയും? ഇപ്പം നമ്മളിപ്പോൾ വളരെ വികസിതമായ രാജ്യങ്ങളിൽ ഇതിനേക്കാൾ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ട മുൻകരുതലുകൾ അവരെടുക്കാറുണ്ട്. ജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിലേക്ക് അവർ ശ്രദ്ധ പതിയാറുണ്ട്. ഇവിടെ മരം വീണ ആളുകൾ മരിക്കുന്നു, മരം വീണ് വീടുകൾ തകർന്നു വീഴുന്നു, ലൈൻ പൊട്ടി വൈദ്യുതി കമ്പി നിലത്ത് വീണ് അതിൽ തട്ടി ഷോക്കേറ്റ ആളുകൾ മരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇക്കാലത്തും നടക്കുന്നതാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ. ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക? ജനങ്ങൾ കൂടുതൽ ദുരിതാശ്വാസ സഹായമായി കൂടുതൽ പണം വേണം എന്നത് അവരുടെ ഒരു ന്യായമായ ആവശ്യമല്ലേ? എവിടെ നിന്ന് കൊടുക്കും? ആര് കൊടുക്കും? അല്ല, തീർച്ചയായിട്ടും ദുരിതാശ്വാസം അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ദുരിതത്തിൽ ബാധിതരായിട്ടുള്ളവർക്ക് സംബന്ധിച്ചുള്ളവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. കാരണം അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ കലാമിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഇതിന് സിസ്റ്റമാണ് ഉത്തരവാദിത്വം. നമ്മുടെ സർക്കാരിനാണ് അതിന് ഉത്തരവാദിത്വം. അത് ദൗർഭാഗ്യവശാൽ അവർ ആ കെടുതിയിൽ അനുഭവിക്കുന്ന ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി അതിന് നഷ്ടപരിഹാരം കിട്ടേണ്ട സാഹചര്യം മാറുന്നു എന്നുള്ളത്. അതിന് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വലിയൊരു രാഷ്ട്രീയമൊന്നും അതിനകത്തേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ വലിയ തകരാറുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളൊക്കെ ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം സംബന്ധിച്ച് അവർക്ക് ഒരു എന്താണ് അവർക്ക് ഉണ്ടായത് എന്നുള്ളതിന് റിപ്പോർട്ടും ആ റിപ്പോർട്ടുമേലുള്ള നടപടിയൊക്കെ വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ഇതിനകത്തുള്ള നോക്കുമായിരുന്നു. 2019 കണക്കാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദുരന്തം ഇപ്പം ഞങ്ങൾ തന്നെ പലയിടത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ പോയി അവിടെ കാണുന്നതാണ്. അപ്പം നിരന്തരമായിട്ട് ചില ഒരു പ്രോൺ ഏരിയകളിൽ എല്ലാ വർഷവും ചിലപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമുണ്ട്. അപ്പം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മരം വീണ് വീട് തകർന്നു പോയ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ തവണ ഇതുണ്ടായതിനു ശേഷം പലിശയ്ക്ക് പൈസ എടുത്ത് പണിത് തീർത്തിട്ട് 2 ആഴ്ചയായുള്ളൂ, അപ്പോഴാണ് അത് അടുത്ത പ്രാവശ്യം വീണിരിക്കുക. അപ്പോൾ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പൈസ പലിശയ്ക്ക് എടുത്ത് വരെ ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നതിൽ വലിയൊരു വീഴ്ച സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളിപ്പോൾ AI കാലഘട്ടത്തിലൊക്കെ ആണല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ സേവനങ്ങൾ അത് ഏറ്റവും അർഹിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂലാമാലകൾ, ആ റെഡ് ടേപ്പിസം ഒഴിവാക്കി അത് അവിടെ എത്തിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ട്. കാരണം അവരെ സംബന്ധിച്ചുള്ള ഇപ്പം ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ലെങ്കിൽ ഒരു വസ്തുതയാണ്. നോക്കൂ, നമ്മുടെ കയ്യിൽ പണം കടന്നിട്ട് പോലും വയനാട് ദുരന്ത ബാധിതർക്ക് ഇപ്പോഴും 1 വർഷത്തിന് ശേഷവും ദുരന്തത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വാടക കിട്ടാത്തവരുണ്ട്, ദിവസവേതനം പറഞ്ഞത് കിട്ടാത്തവരുണ്ട്, ചികിത്സയ്ക്ക് പണം ലഭിക്കാത്തവരുണ്ട്. ഇവരെല്ലാം വീണ്ടും അവർ പണം കണ്ടെത്തി ഒരുപക്ഷെ വട്ടിപ്പലിശയ്ക്ക് പണം എടുത്ത് വീണ്ടും ദുരന്തത്തിലേക്ക് തന്നെ പോകുന്ന സാഹചര്യമുണ്ട്. എന്തിനാണ് നമ്മൾ ഇതിനും മാത്രം ഇത് വലിച്ചു നീട്ടേണ്ട കാര്യം? ഇപ്പം വീട് ശരി, അവിടെ സ്ഥലത്തെ സംബന്ധിച്ച് പല വിഷയങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതല്ലാതെ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങളുണ്ടല്ലോ, സർവീസുകളുണ്ട്, അത് കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മരണപ്പെടുന്നവർക്ക് അവിടെ കൊടുക്കേണ്ട സഹായം കൊടുക്കുന്നില്ല, കൃഷിനാശം സംഭവിച്ചവർക്ക് കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ പല വിഷയങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനി മറ്റൊരു വശമുള്ളത് വെച്ചാൽ നമ്മളുടെ പ്രിപ്പയർനെസ് എവിടെ വരെയാന്നുള്ളതാണ്. നമ്മൾ കാലത്തിനടുത്ത് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദുരന്തത്തിന് നേരിടുന്നതിനുള്ള പ്രിപ്പയർനെസ്സിൽ നമുക്ക് പുതുമ കൊണ്ടുവരാൻ പറ്റിയിട്ടോ? ഇല്ല. ഞാനൊരു 5 വർഷം മുമ്പ് ജനപ്രതിയായിരുന്നപ്പോൾ കണ്ടിരുന്ന പോലെ തന്നെ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് പേരിനൊരു മീറ്റിംഗ് വിളിക്കും. ആ യോഗത്തിൽ വെച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ KSEBയുടെ ടച്ചിങ്സ് ഒഴിവാക്കാൻ പറയും, അല്ലെങ്കിൽ കാന ക്ലീൻ ചെയ്യേണ്ട കാര്യം പറയും. അങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നല്ലാതെ ഈ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് സമീപകാലത്തുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ച് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ നിലമ്പൂർ പാവപ്പെട്ട ആ കുട്ടിയുടെ മരണം, അനന്തുവിൻ്റെ മരണമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സ്കൂളിൽ ഉണ്ടായ മരണമാണെങ്കിലും ഇതൊക്കെ ഇവരെ അറിയിച്ചിട്ട് പോലും അവർക്കതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ സിസ്റ്റം പാരലൈസ്ഡ് ആയി പോകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. വെള്ളം ഇത്രമാത്രം നോക്കൂ, 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ എല്ലാ പുഴകളിലും നമ്മളുടെ തോടുകളിലുമെല്ലാം ഇതിൻ്റെ കല്ലും മണ്ണും മരവും ഉൾപ്പെടെ അടിഞ്ഞു കിടക്കുകയാണ്. ഇതുവരെ നമുക്കത് മാറ്റം ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മൾ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നദിക്കകത്ത് അതിൻ്റെ റിവർ ബെഡ് ഏകദേശം 2 മീറ്ററോളം റിവർ ബെഡ് ഉയർന്നിട്ടുണ്ട്.
കാരണം ഈ 2018 പ്രളയത്തിൽ ഒഴുകി വന്ന മുഴുവൻ മാലിന്യങ്ങളല്ല, കല്ല്, മണ്ണ്, മരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഏറ്റവും ഹെവി ഡ്യൂട്ടി മെഷീനുകൾ വെച്ച് ചെയ്യേണ്ടതാണ്. മണ്ണടിഞ്ഞിട്ടുണ്ട്. ഈ മണ്ണ് അവിടെ നിന്ന് എടുത്താൽ അത് വിറ്റ് തന്നെ വലിയൊരു റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം പണം കണ്ടെത്തുന്നതിന് പോലും ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അതിന് നടപടി ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഒരു 1.5 വർഷം 2 വർഷം മുമ്പ് സർക്കാർ ചെയ്തത് ഇത് പഞ്ചായത്തുകളോട് പറഞ്ഞു, തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് ഈ 2018 പ്രളയത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ മാലിന്യങ്ങളെല്ലാം ഡീസ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് ചെയ്യാൻ പറയുക. അത് പ്രായോഗികമല്ലല്ലോ.